ഹായ് ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഉത്തരം ലേബർ പാർട്ടി. ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ലേബർ പാർട്ടിയായിരുന്നു ബ്രിട്ടനിൽ അധികാരത്തിലിരുന്നത്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. സബർമതി ആശ്രമം എവിടെയാണ്? ഉത്തരം അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോൾ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോൾ? 1919 ഏപ്രിൽ 13. പഞ്ചാബിലെ അമൃത്സർ എന്ന ജില്ലയിലാണ് ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം. 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ജനറൽ ഡയർ. ജനറൽ ഡയർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം. ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരി ആയിരുന്നു? ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരി ആയിരുന്നു? ഉത്തരം മൈസൂർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് കൂടിയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ എന്ന സ്ഥലം. ഡോക്ടർ KB മേനോൻ ആയിരുന്നു കീഴരിയൂർ ബോംബ് കേസിലെ അണിയറയിലെ പ്രധാനി. അടുത്ത ചോദ്യം നോക്കാം. നാട്ടുരാജാക്കന്മാരെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ പ്രമുഖ പങ്ക് വഹിച്ച വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്കു മനുഷ്യൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? CR ദാസ്. ചിത്തരഞ്ജൻ ദാസ്. കൽക്കട്ടയുടെ ആദ്യത്തെ മേയർ കൂടിയായിരുന്നു ചിത്തരഞ്ജൻ ദാസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ബ്രിട്ടീഷുകാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപായി ലഹള എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഇത് മീററ്റിലായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആര്? ആനി ബസന്റ്. വിദേശ വനിതയായിരുന്നു ആനി ബസന്റ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരെന്ത്? ദി ഇന്ത്യൻ സ്ട്രഗിൾ. ദി ഇന്ത്യൻ സ്ട്രഗിൾ. വന്ദേ മാതരം എന്ന ഗാനം രചിച്ചത് ആര്? ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരായിരുന്നു? A.O. ഹ്യൂം. അലൻ ഒക്ടാവിയൻ ഹ്യൂം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. JB കൃപലാനി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ?
1950 ജനുവരി 26 അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ബ്രിട്ടീഷുകാരോട് പൊരുതി മരിച്ച മലബാറിലെ ഭരണാധികാരി ആരായിരുന്നു? പഴശ്ശിരാജ. കേരള സിംഹം എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഏത് വർഷമായിരുന്നു ഇന്ത്യക്ക് UNOയിൽ അംഗത്വം ലഭിച്ചത്? 1945. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം നോക്കാം. ആധുനിക ലോകത്തിലെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലാണ് ചമ്പാരൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം? 1948 ജനുവരി 30. 1948 ജനുവരി 30. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.